നമ്മൾ നേരത്തെ തൃശ്ശൂരിൽ ബോംബ് ഭീഷണി കണ്ടു കളക്ടറേറ്റിൽ. ഇപ്പോൾ പാലക്കാടും അതേ ഒരു ഭീഷണി വരികയാണ് സമാനമായ രീതിയിൽ. RDO ഓഫീസിലേക്കാണ് ഇമെയിൽ വഴി സന്ദേശം എത്തിയത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അവിടെ പരിശോധന, ബോംബ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പരിശോധന നടത്തുന്നതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ നേരത്തെ തൃശ്ശൂരിൽ ഈ ഇമെയിൽ വഴിയാണ് അവിടെയും ഇങ്ങനെയൊരു ബോംബ് ഭീഷണി ഉണ്ടാകുന്നത്. ഇപ്പോൾ പാലക്കാടും സമാനമായ രീതിയിൽ ബോംബ് ഭീഷണി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉറവിടം സംബന്ധിച്ചും മറ്റെന്തെങ്കിലും എന്തെങ്കിലും സംശയിക്കേണ്ടതുണ്ടോ, ദുരൂഹതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുകയാണ് അവിടെ ഉദ്യോഗസ്ഥർ. ഡോഗ് സ്ക്വാഡ് ഒക്കെ, ബോംബ് സ്ക്വാഡും ഒക്കെ സ്ഥലത്ത് എത്തി പരിശോധന നടത്തുകയാണ്. രണ്ടിടത്തും തൃശ്ശൂരാണെങ്കിലും ശരി, പാലക്കാടാണെങ്കിലും ശരി, RDOയ്ക്ക് ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത്. ഗൂഗിൾ VS വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗൂഗിൾ, അവിടെയുള്ള ജീവനക്കാരൊക്കെ മാറ്റിയോ? പരിശോധന എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ ഈ RDO ഓഫീസിലുള്ള എല്ലാവരെയും, ജീവനക്കാരടക്കം എല്ലാവരെയും മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ബോംബ് സ്ക്വാഡിൻ്റെ പരിശോധന നടത്തുകയാണ്. ബോംബ് സ്ക്വാഡ് ഈ RDO ഓഫീസിന് ചുറ്റുമുള്ള പ്രദേശം ആകെ തന്നെ അരിച്ച് പെറുക്കുകയാണ്. ഏതെങ്കിലും ഇത്തരത്തിലൊരു സാധ്യതയുണ്ടോ, അതോ ഒരു വ്യാജ ഭീഷണിയാണോ എന്ന് അങ്ങനെയുള്ള പല തരത്തിലുള്ള സംശയമുണ്ട്. അതിനെ തുടർന്നാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിലും സമാനമായ രീതിയിൽ ബോംബ് ഭീഷണി ഉണ്ടായത്. ഇത് ഇമെയിൽ മുഖാന്തരമാണ് ഇത്തരത്തിലൊരു ഭീഷണി RDOയ്ക്ക് ലഭിച്ചത്. സാധാരണ രാവിലെ ഇത്തരത്തിൽ മെയിൽ പരിശോധിക്കും. അങ്ങനെ മെയിൽ പരിശോധിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ബോംബ് ഭീഷണി, ഇത്തരത്തിൽ ബോംബ് വയ്ക്കുമെന്നുള്ളൊരു ഭീഷണി കണ്ടത്. അതിനെ തുടർന്ന് പിന്നീട് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും അടക്കം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയാണ്. മെറ്റൽ ഡിറ്റക്ടർ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും സാധ്യത, ഇത്തരത്തിൽ ബോംബ് കണ്ടെത്താനുള്ള സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കുറച്ച് നേരം മുൻപാണ് തൃശ്ശൂർ RDO ഓഫീസിലും സമാനമായ രീതിയിൽ ബോംബ് ഭീഷണി വന്നിരുന്നു. അതിന് സമാനമായ ഒരു രീതിയിൽ തന്നെ ഇമെയിൽ വഴിയാണ് പാലക്കാട് RDO ഓഫീസിലേക്കും ഇത്തരത്തിൽ ഭീഷണി വന്നത്. ഇപ്പോൾ ഇവിടെ ബോംബ് സ്ക്വാഡ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ പരിശോധന പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെയുണ്ട്. ഈ ഭീഷണി എങ്ങനെയാണ്? എനിക്ക് അറിയില്ല. So there's nothing. There's an email threat. Email threat came from unknown person. They will identify. This email has been come to all the RDO offices in all over Kerala. So multiple RDO offices have this email, the same email, to all the RDO offices. Same email. Yes, same email. So we will identify. We'll just go through. The BDS's team is working on it. They will find this how this threat is, how much genuine the threat is. So it seems to be a bit this hoax. But we are working on it. What we think it's fake? It's fake? Not yet. We are, but it is coming into all the RDO, so it may be. So not, it's a possibility. So that's all. So we are searching. That I don't know exactly the mail who came from. It's a unknown email address, not properly mentioned. Okay, thanks. ഇത് കൃത്യമായി രേഖപ്പെടുത്താത്ത, അഡ്രസ് ഇല്ലാത്ത ഒരു ഇമെയിലിൽ നിന്നാണ് സന്ദേശം വന്നത്. അത് തുടങ്ങിയ കാര്യങ്ങൾ, എവിടെ നിന്നാണ് മെയിൽ വന്നത് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കണം. അതോടൊപ്പം തന്നെ പല RDO ഓഫീസുകളിലേക്കും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ മെയിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇത് ഫേക്ക് ആണോ എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ